തീർച്ചയായിട്ടും എൻ്റെ മകളെ ഉപയോഗിച്ചിട്ട് വ്യാപകമായി പണം തട്ടാൻ ആ അമ്മ കരഞ്ഞും ചിരിച്ചും നടത്തുന്ന ഒരു ഇടപാടെന്നാണ് പൊതുവെ അവർ പറയുന്നത്. സ്കൂളിൽ നിന്ന് സംഭവിച്ച അപകടം വലിയ തോതിൽ ബുദ്ധിമുട്ടാണെന്ന് അവർക്ക് തന്നെ അറിയാം. എങ്കിലും അതിനെ മറച്ചു പിടിക്കുന്ന തരത്തിൽ നമ്മളെ പണത്തിൽ മുക്കിക്കൊല്ലാനുള്ളൊരു രീതിയൊക്കെ അവർ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്കൂളിലെ PTA പ്രസിഡന്റ് DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ്. അവർ ശരിക്കും പറഞ്ഞാൽ രാജ്യഭരണം പോലെയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ വേറൊരു അതോറിറ്റി ഇല്ല എന്നുള്ള തരത്തിലേക്കാണ്. അതായത് ഇവരെ ഒന്നും പവറിൽ ഒതുക്കാൻ ആരില്ല എന്നുള്ളൊരു ബലത്തിൽ മാത്രമാണ്. സ്കൂളിലെ മറ്റ് ഇതേപോലെ ഹിഡനായിട്ട് പല ക്രിയകളും ഒന്നും പുറത്തു വരില്ല. വന്നതിലൊരു കാര്യം ഇത് അവർക്ക് ഒളിച്ചു വെക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് മാത്രമാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഇത്തരത്തിലേക്ക് തഴച്ചു വളർന്ന തരത്തിൽ ക്രിമിനലുകളെ വളർത്തുന്ന രാഷ്ട്രീയം പാടില്ല. നമസ്കാരം. 10ാം ക്ലാസ്സുകാരിക്ക് സഹപാഠികളിൽ നിന്നും അതിക്രൂരമായ പീഡനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. നായ്ക്കുരണപ്പൊടി ദേഹത്തേക്ക് ഇട്ടായിരുന്നു അവരുടെ ഒരു അതിക്രമം. ഈ ഒരു സംഭവം പണം തട്ടിയെടുക്കാനാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ആളുകൾ എത്തി എന്നാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ മാതാവ് ഇപ്പോൾ പറയുന്നത്. എന്താ ചേച്ചി, ഇങ്ങനെ അവർ നിങ്ങൾ പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണെന്നാണ് അവർ പറയുന്നത്? തീർച്ചയായിട്ടും എൻ്റെ മകളെ ഉപയോഗിച്ചിട്ട് വ്യാപകമായി പണം തട്ടാൻ ആ അമ്മ കരഞ്ഞും ചിരിച്ചും നടത്തുന്ന ഒരു ഇടപാടെന്നാണ് പൊതുവെ അവർ പറയുന്നത്. അതായത് സ്കൂൾ PTA ഉൾപ്പെടെ സ്കൂളിലെ ജിഷ മേഡവും ആണെങ്കിലും ശ്രീകാന്ത് സാറാണെങ്കിലും അവർ പറയുന്നത് അത് അവർ ആ പണത്തിന് വേണ്ടിയിട്ട് കളിക്കുന്ന ഡ്രാമയാണ്, അല്ലാണ്ട് ആ കൊച്ചിന് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് സ്കൂളിൽ നിന്ന് സംഭവിച്ച അപകടം വലിയ തോതിൽ ബുദ്ധിമുട്ടാണെന്ന് അവർക്ക് തന്നെ അറിയാം. എങ്കിലും അതിനെ മറച്ചു പിടിക്കുന്ന തരത്തിൽ നമ്മളെ പണത്തിൽ മുക്കിക്കൊല്ലാനുള്ളൊരു രീതിയൊക്കെ അവർ ചിത്രീകരിക്കുകയാണ് ചെയ്യണത്. പണത്തിന് വേണ്ടി ഒരിക്കലും ഒരു അമ്മമാർക്ക് മക്കളെ ഇങ്ങനെ ബലിയാടാക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഞാൻ വീട്ടുജോലിക്ക് പോയിട്ടാണ് എൻ്റെ മക്കളെ നടത്തുന്നത്, പഠിക്കാനായിട്ട് വിടുന്നത്. പക്ഷേ ഇവർ പറയുന്നത് നമ്മൾ പണപ്പിരിവിന് വേണ്ടി നടത്തുന്ന ഒരു ഡ്രാമയാണ്, പണത്തിന് വേണ്ടിയിട്ട് അവർ ഒരു അനാവശ്യമായിട്ടുള്ള ടോക്ക് നടത്തുകയാണെന്നാണ്. നിലവിൽ 3/2/25 ഇത് സംഭവിച്ചിട്ട് ഇന്നേ വരെ ആയിട്ടും നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടുജോലികൾക്കോ മറ്റു ആവശ്യങ്ങൾക്കോ പോകാൻ പറ്റിയിട്ടില്ല എന്നിരിക്കെ ഇത്തരത്തിലുള്ള ആക്ഷേപഹാസ്യം നമ്മൾ നേരത്തെ നമ്മുടെ മാനസിക നില അപ്പാടെ തകർക്കണ ഒരു നടപടി. വീട്ടുജോലി എടുത്താണ് കുട്ടികളെ നോക്കുന്നത് അല്ലേ? അതെ, ഞാനൊരു സിംഗിൾ പേരൻ്റാണ്. ഞങ്ങൾ SC പുലയ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ കൂടിയാണ്. എൻ്റെ മകൾ ആ സ്കൂളിലെ 9th ഹാഫ് ആയപ്പോഴാണ് പഠിക്കാൻ വന്നത്. അപ്പോൾ എൻ്റെ മകളോട് അതിക്രൂരമായിട്ടാണ് ആ സ്കൂളിലെ നടപടികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ തന്നെ അവർ ചെയ്യണം, സീനിയോറിറ്റി വിദ്യാർത്ഥികൾ ചെയ്യണം. ഞാൻ ഓരോ വീടുകളിൽ ജോലി എടുത്തു കൊണ്ടിട്ടാണ് എൻ്റെ മക്കളെ പുലർത്തുന്നു. അവർക്കുള്ള ഓരോ ഡ്രസ്സ് ഓരോ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടാണ് നമ്മളത് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുന്നത്. നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നതും വാടകയ്ക്കാണ്. അവിടുത്തെ സ്കൂളിലെ PTA ഇതിനകത്ത് എന്തെങ്കിലും ഇടപെട്ടോ? അവർ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരൊക്കെ ഇല്ലേ? തീർച്ചയായിട്ടും PTA എന്ന് പറയുന്നത് ആ സ്കൂളിലെ PTA പ്രസിഡന്റ് DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ്. അവർ ശരിക്കും പറഞ്ഞാൽ രാജ്യഭരണം പോലെയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ വേറൊരു അതോറിറ്റി ഇല്ല എന്നുള്ള തരത്തിലേക്കാണ്. അതായത് ഇവരെ ഒന്നും പവറിൽ ഒതുക്കാൻ ആരില്ല എന്നുള്ളൊരു ബലത്തിൽ മാത്രമാണ്. ഈ പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കന്മാരും മാത്രം കയറി പല PTAയുടെ മെമ്പർമാരിലും പലരുടെ മക്കൾ പോലും അവിടെ ഒരു പഠിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. എന്നിട്ടും ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്താണ് അവിടെ പങ്കെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. PTAയിലെ കാര്യങ്ങളാണെങ്കിലും സ്കൂളിലെ മറ്റ് ഇതേപോലെ ഹിഡനായിട്ട് ഒരു ഹൈഡായിട്ട് ഒളിച്ചു വെക്കുന്ന പല ക്രിയകളും ഒന്നും പുറത്തു വരില്ല. വന്നതിലൊരു കാര്യം ഇത് അവർക്ക് ഒളിച്ചു വെക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു നായ്ക്കരണ ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഇതൊന്ന് പുറം ലോകം അറിഞ്ഞത്. അല്ലെങ്കിൽ ഈ ഒരു കേസ് പോലും പുറം ലോകം അറിയില്ല. ഇതിനപ്പുറം നടന്നാലും അവർ മിണ്ടില്ല. അതേപോലെ വളക്കൂറുള്ള മണ്ണാണ് ആ തെങ്ങോട് സ്കൂളിൻ്റെ എന്ന് പറയുന്നത്. 2015 ചേച്ചി തൃക്കാക്കരയിൽ CPMന്റെ കൗൺസിലറായിരുന്നു അല്ലേ? അതെ, തൃക്കാക്കര നഗരസഭയിലെ 2010-15 ഇടതുപക്ഷത്തിൻ്റെ ഒരു കൗൺസിലറായിരുന്നു. 7ാം വാർഡിൽ നിന്ന് ജയിച്ചതാണ് ഞാൻ. എന്നിട്ട് എന്താണ് ഈ ഇടതുപക്ഷം ചേച്ചിയുടെ കൂടെ നിൽക്കാത്തത്? അതാണ് യുക്തി എന്ന് പറയണത്. അത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവണത വെച്ച് നോക്കാൻ നേരത്തെ എൻ്റെ പ്രസ്ഥാനം മോശമല്ല, പക്ഷേ പ്രസ്ഥാനത്തിൻ്റെ ഏതൊരു പ്രസ്ഥാനവും മോശമൊന്നുമല്ല. പക്ഷേ പ്രസ്ഥാനത്തിൻ്റെ അണിയറ പ്രവർത്തകരാണ് ഏതൊരു പ്രസ്ഥാനത്തിനും തല്ലിക്കെടുത്തുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും രാഷ്ട്രീയത്തിൽ നിന്ന് നല്ല നല്ല ആൾക്കാരൊക്കെ ഏറെക്കുറെ മാറിപ്പോകുന്നവരെ പറ്റി പിന്നീട് മോശം വാക്കുകൾ പറയുന്നതും. പക്ഷെ ഇത്തരം ആളുകളെ എന്തിനാണ് രാഷ്ട്രീയം? ഇവരെന്തുകൊണ്ട് സമൂഹത്തിന് ഒരു നല്ല കാര്യമാണോ ചെയ്തു കൊടുക്കുന്നത്? ഒരു വിദ്യാഭ്യാസത്തെ തകർക്കുന്ന, തച്ചുടയ്ക്കുന്ന ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ എന്താണ് ഒരു സമൂഹത്തിന് നൽകുന്ന ഒരു മൂല്യമുള്ളത്? ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാർ എന്തടിസ്ഥാനമാണ് ഒരു വളക്കൂറായിട്ട് ഇട്ട് കൊടുക്കുന്നത്? അവർക്ക് എന്താണ് ഒരു ലക്ഷ്യബോധമുള്ളത്? ഗുണ്ടായുസം വളർത്തുകയാണോ? ക്രിമിനലുകളെ വളർത്തുകയാണോ? അത്തരം രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ
ഇതിൻ്റെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന നേതാക്കന്മാർ തക്കതായ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തരം താഴ്ത്തൽ നടപടി സ്വീകരിച്ചുകൊണ്ട് അവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഇത്തരത്തിലേക്ക് തഴച്ചു വളർന്ന തരത്തിൽ ക്രിമിനലുകളെ വളർത്തുന്ന രാഷ്ട്രീയം പാടില്ല. ചേച്ചിയുടെ മകൾക്ക് ഉണ്ടായ ആ ഒരു പ്രശ്നം ചേച്ചി കൂടുതലും അടുത്ത് ഇരുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തൊക്കെയായിരുന്നു മകൾക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ? എൻ്റെ മകൾക്ക് അനുഭവിക്കേണ്ടുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്കാണ് ഈ നായ്ക്കരണ പോലത്തുള്ള പൊടി വന്നത്. പൊടി തന്നെയല്ല, അതൊരു തരം മുള്ളാണ്. അത് കൊണ്ട ഒരു ആൾക്ക് മാത്രമാണ് അത് അനുഭവിച്ച് വേദന അറിയാൻ പറ്റുള്ളൂ. എൻ്റെ മകളുടെ ഓരോ ദേഹത്ത് വീണ ഈ മുള്ളുകൾ അവളുടെ സ്വകാര്യ ഭാഗത്ത് നിന്ന് എടുത്ത് നീക്കി കഴിഞ്ഞപ്പോഴാണ് അവൾക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂറിൻ പോകാൻ നമ്മുടെ ഒരു അവകാശമാണത്. ഒരു തുള്ളി യൂറിൻ പോകാതെ ആ കൊച്ച് കഷ്ടപ്പെട്ട്. പക്ഷേ ഇപ്പോഴുള്ള സംസാരത്തിലും മറ്റ് മാധ്യമങ്ങൾ വഴി എല്ലാവരും ഓരോരുത്തരും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, മുൻകൂട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം വന്ന ബുദ്ധിമുട്ടാണ്, നായ്ക്കരണ വീണിട്ടുള്ള ബുദ്ധിമുട്ടല്ല എന്ന തരത്തിലേക്കാണ്. പക്ഷേ ഇത് നായ്ക്കരണ വീണിട്ടുണ്ടായ മുറിവും അതിലൂടെ ഉണ്ടായ ബുദ്ധിമുട്ടും ആ അനുഭവിച്ച കുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് പുറമേ നിന്ന് നമ്മളെ കളിയാക്കുന്നവരോ പരിഹസിക്കുന്നവർക്ക് അറിയില്ല. ഇത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരോടും എനിക്കൊന്ന് പറയാനുള്ളൂ, ഇത്തരം നായ്ക്കരണപ്പൊടി നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വീണാൽ എങ്ങനെ ഇരിക്കുമെന്ന് അവരൊന്ന് അറിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുകയോ പറയുകയാണെങ്കിൽ ഈ കുട്ടി അനുഭവിച്ച മാനസിക പീഡനം, ശാരീരിക പീഡനം എത്രത്തോളമാണെന്നും ഈ കുട്ടി അന്നാളിൽ അനുഭവിച്ച മറ്റ് ആ ഒരു പ്രായപൂർത്തിയാകാത്ത ആ പ്രായത്തിൽ ആ കൊച്ച് അനുഭവിച്ച ചികിത്സയ്ക്കെടുത്ത മരുന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് കയറിയ മരുന്നുകൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ ആ കൊച്ച് അനുഭവിച്ച പീഡനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അനുഭവിച്ചറിയണമെങ്കിൽ ഇതേ അവസ്ഥയിലൂടെ അവർ കടന്നു പോകണം. വ്യാജ ആരോപണങ്ങൾക്കുള്ളൊരു മറുപടിയാണ് മാതാവ് പറഞ്ഞത്. ഇത് പണം അവർക്ക് വാങ്ങാനാണെങ്കിൽ വേറെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടായിരുന്നു, പലരും ഇവരെ സമീപിച്ചതാണ്. പക്ഷേ അതിനൊന്നും അവർ കൂട്ടുന്നില്ല. അത് കേസുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നീതി ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇവർ. ഇടതുപക്ഷത്തിൻ്റെ ഒരു കൗൺസിലറായിരുന്നിട്ട് പോലും ഇടതുപക്ഷം പോലും അവർക്ക് ഒപ്പം നിൽക്കുന്നില്ല. ആ ഒരു വിഷമവും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.